Dear students, today we will learn about normalization. Okay, this is another thing that we have to concentrate when you are designing a database. Normalization. Okay, normalization is a way to avoid redundancy and integrity. നേരത്തെ പഠിച്ച കാര്യങ്ങളാണ് ഡ്യൂപ്ലിക്കേഷൻ എൻട്രി നേരത്തെ കഴിഞ്ഞ ടേബിളിൽ കുറെ ഡ്യൂപ്ലിക്കേഷൻസും ഇന്റഗ്രിറ്റി പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസിനെ നോർമലൈസ് ചെയ്യുന്ന മെത്തേഡാണ് നോർമലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. ഡാറ്റാബേസ് ചില രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അത് നോർമലൈസ് ഡേറ്റ ആയിരിക്കും. ഓക്കെ, നോർമലൈസേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് attributes and relations of a relational database to reduce data redundancy and improve data integrity. Okay, നോർമലൈസേഷൻ പല റൂളുകളുണ്ട്. ഒന്ന് ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, ഫോർത്ത് നോർമൽ ഫോം ആൻഡ് BC എല്ലാം. നമ്മൾ ഫസ്റ്റ് 3 നോർമൽ ഫോംസ് ആണ് ക്ലിയർ ആയിട്ട് പഠിക്കുന്നുള്ളൂ, മറ്റേ ഡെഫിനിഷൻ എന്താണെന്ന് മാത്രമേ പഠിക്കുള്ളൂ. ഓക്കെ, സോ we'll see what is first normal form. Okay, in the case of first normal form, all the elements should be atomic. Atomic ന്റെ വാക്കിന്റെ അർത്ഥം എന്താ? അത് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ആറ്റം പോലെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. We cannot break it into, ഇനി ഇത് പാർട്ടായിട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, അത്രയ്ക്ക് ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ പറയാ? The database is atomic. A relation schema or R is in first normal form if the domains of all attributes of R are atomic. Relation R ന്റെ ഡൊമൈൻ എന്ന് വെച്ചാൽ എന്താ? അതിന്റെ പോസിബിൾ സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് ആണ്, അതെല്ലാം അറ്റോമിക് ആയിരിക്കണം. നോൺ ആറ്റോമിക് ആകുമ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാവും, സ്റ്റോറേജ് ഉണ്ടാവും, ഡേറ്റ ചിലതൊക്കെ സ്പെല്ലിംഗ് വരാം, ചില റിപ്പീറ്റേഷൻ വരാം. അതുകൊണ്ടാണ് അത് മാറ്റി നമ്മൾ ആറ്റോമിക് ആക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റോമിക് മീൻസ് what is atomic? Atomic means that the data cannot be divided further. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കേസാണ് ആറ്റോമിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഡാറ്റാബേസ് എല്ലാ ആറ്റോമിക് വാല്യൂസ് ആണെങ്കിൽ അത് ഫസ്റ്റ് നോർമൽ ഫോമിൽ ആയി കഴിഞ്ഞു. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ലുക്ക് അറ്റ് ദിസ് ടേബിൾ. ഈ ടേബിൾ നോക്കാം. ഈ ടേബിളിൽ എന്തെല്ലാം ആട്രിബ്യൂട്ട്സ് ഉണ്ട്? സ്റ്റുഡന്റ്, ഏജ്, സബ്ജക്ട്. സ്റ്റുഡന്റ് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡന്റ് നെയിം ആണ്. സ്റ്റുഡന്റ് നെയിം, ഏജ് ആൻഡ് സബ്ജക്ട്. ഓക്കെ, സ്റ്റുഡന്റ് നെയിം എന്താ? ആദം, അലക്സ്, സ്റ്റുവാർട്ട്. ഏജ് 15, 14, 17. സബ്ജക്ട് ബയോളജി, മാത്സ്. ഇതാണ് അതിന്റെ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ. ഡാറ്റാബേസിലുള്ള എലമെന്റ്സ് ഇതൊക്കെയാണ്. ഇത് നോക്കിയേ, ആദം ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അലക്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സ്റ്റുവാർട്ട് ഓക്കെ. 15, 14, 17, these are all atomic values. But look here, biology, maths. അപ്പൊ ബയോളജിയും പഠിക്കുന്നുണ്ട്, മാത്സും പഠിക്കുന്നുണ്ട് അല്ലെ? ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. This is not atomic, this is a non-atomic value. We have to divide this. ഇങ്ങനെ വന്നത് ഫസ്റ്റ് നോർമൽ ഫോമിൽ അല്ല, അതിനെ ഡിവൈഡ് ചെയ്യണം. ഇത് രണ്ടും കുഴപ്പമില്ല, ഓക്കെ. ഈ ടേബിൾ നമ്മൾ ഇങ്ങനെ റൈറ്റ് ചെയ്യാം. ആദം 15 ബയോളജി ഒരു റെക്കോർഡ്, ആദം 15 മാത്സ് അടുത്ത റെക്കോർഡ്, അലക്സ് 14 മാത്സ്, സ്റ്റുവാർട്ട് 17 മാത്സ്, ഇങ്ങനെയാക്കി. സോ ഈച്ച് ആട്രിബ്യൂട്ട്സ് ആർ, ഈച്ച് വാല്യൂസ്, ആ വാല്യൂസ് എല്ലാം ഇനി ഇപ്പൊ ആറ്റോമിക് ആയി, ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ ഒരു ടേബിൾ, this table is in first normal form. ഇല്ല, ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് നോർമൽ ഫോമിന്റെ അർത്ഥം. കോംപ്ലിക്കേറ്റഡ് വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒറ്റ എൻട്രി ആക്കി എടുക്കുക. സാധാരണ നമ്മൾ അഡ്രസ് ഒക്കെ എഴുതുമ്പോൾ അഡ്രസ് ലൈൻസ് കോമയിട്ട് എഴുതും. ഡാറ്റാബേസ് ആകുമ്പോൾ അങ്ങനെ എഴുതാൻ പാടില്ല. ഒരു സ്ട്രീറ്റ്, അതായത് അഡ്രസ് ലൈൻ 1, അഡ്രസ് ലൈൻ 2, അഡ്രസ് ലൈൻ 3, അങ്ങനെ ഹെഡിങ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് അത് ഓരോ എലമെന്റ് ആയിട്ട് ഇവിടെ എഴുതാം. ആറ്റോമിക് വാല്യൂസ് ആണ് അതിനകത്ത് കൊടുക്കാം. സോ ദിസ് ഈസ് ഇൻ ഫസ്റ്റ് നോർമൽ ഫോം. ക്ലിയർ? ഇത് ഫസ്റ്റ് നോർമൽ ഫോമിലല്ല, നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമിലാക്കി. So this table is in first normal form. Clear? എത്രയേ ഉള്ളൂ, എല്ലാ എലിമെന്റ്സും ആറ്റോമിക് ആയിരിക്കും. ഓക്കെ, രണ്ടാം നോർമൽ ഫോം എന്താണെന്ന് നോക്കാം. As per the second normal form, there must not be any partial dependency of any column on the primary key. The primary keyനെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യണം. പ്രൈമറി കീ എന്ന് വെച്ചാൽ എന്താ? ആ എൻറ്റയർ ടേബിളിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും പ്രൈമറി കീ മാത്രം ഡിപ്പെൻഡ് ചെയ്യാം, പ്രൈമറി കീ ഡിപ്പെൻഡ് ചെയ്യണം. ഇതാണ് സെക്കൻഡ് നോർമൽ ഉദ്ദേശിക്കുന്നത്. It means that for a table that has concatenated primary key, each column in the table that is not part of the primary key must depend upon the entire concatenated key for its existence. If any column depends only on one part of the concatenated key, then the table fails in second normal form. പറയണ കേട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മൾ ഒറ്റ കീ ഉള്ളൂ പ്രൈമറി കീ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പലരും അതിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യിക്കും. ചില കേസ് ഒറ്റ കീ വെച്ച് നമുക്ക് യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കോമ്പിനേഷൻസ് കീ ഉപയോഗിക്കും. പ്രൈമറി കീ ആയിട്ട് 1 or 2 ആട്രിബ്യൂട്ട് ഉപയോഗിക്കും.
ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇതിനകത്ത് പെടാത്ത എല്ലാവരും ഇതിന് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ആ കോമ്പിനേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ദിസ് ഇസ് ദ വൺ. ഇതാണ് നമുക്ക് തൊട്ട് പോകേണ്ട ടേബിൾ. ആദം 15 ബയോളജി, ആദം 15 മാത്സ്, അലക്സ് 14 മാത്സ്, സ്റ്റുവർട്ട് 17 മാത്സ്. ഇത് ഫസ്റ്റ് നോർമൽ ഫോമിലാണ് അല്ലെ. സെക്കൻഡ് നോർമൽ ഫോം ആണെങ്കിൽ അത് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. തേർഡ് നോർമൽ ഫോം പഠിക്കുമ്പോഴോ ഇറ്റ് ഷുഡ് ബി ഇൻ സെക്കൻഡ് നോർമൽ ഫോം. ഫസ്റ്റ് ആണെങ്കിൽ മാത്രമേ സെക്കൻഡ് ആവുള്ളൂ. ആദ്യം ഫസ്റ്റ് ആണോ നോക്കുക, എന്നിട്ട് സെക്കൻഡ് ആണോ നോക്കുക. ഓക്കെ, ഫസ്റ്റ് ആയിരിക്കണം. സെക്കൻഡ് നോർമൽ ഫോമിലാണെങ്കിൽ ഓൾറെഡി ഫസ്റ്റ് ആയിരിക്കണം. ഇന്നത് പ്രൈമറി കീ എന്താ? പ്രൈമറി കീ എന്താ? വേണമെങ്കിൽ സ്റ്റുഡന്റ് എടുക്കാം. സ്റ്റുഡന്റ് എടുക്കുമ്പോൾ 2 പേര് വന്നു. ആദം, സ്റ്റുഡന്റ് ആദം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് റോ ആണോ സെക്കൻഡ് റോ ആണോ തിരിച്ചറിയാൻ പറ്റില്ല. സ്റ്റുവർട്ട് ഏജ് എടുത്താലോ അതും പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡന്റ് സബ്ജക്റ്റോട് കമ്പൈൻ ചെയ്യാം. അതായത് ആദം ബയോളജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെക്കോർഡാണ്, ആദം മാത്സിന് സെക്കൻഡ് റെക്കോർഡാണ്, അലക്സ് മാത്സിന് തേർഡ് റെക്കോർഡാണ്, സ്റ്റുവർട്ട് മാത്സിന് ഫോർത്ത് റെക്കോർഡാണ്. സോ ഹിയർ ദ പ്രൈമറി കീ ഇസ് എ കോമ്പിനേഷൻ കീ സ്റ്റുഡന്റ് കോമ സബ്ജക്ട്. സ്റ്റുഡന്റ് ഐ ഡി ഒരു ടേബിൾ ഒരു ആട്രിബ്യൂട്ട് അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നമില്ല. സ്റ്റുഡന്റ് ഐ ഡി വെച്ചപ്പോൾ ഐ ഡി അപ്പോഴും പറ്റില്ല കേട്ടോ. സ്റ്റുഡന്റ് ഐ ഡി വെച്ചിട്ടാണെങ്കിലും ഈ 2 റെക്കോർഡ് വന്നില്ലേ, സബ്ജക്റ്റ് കിടക്കുകയല്ലേ. സബ്ജക്റ്റ് കിടക്കുമ്പോൾ ഈ കോമ്പിനേഷൻ മാത്രം നമുക്ക് യൂണീക്കായിട്ട് റെക്കോർഡ് ഐഡന്റിഫിക്കാൻ പറ്റും. പ്രൈമറിക്ക് ഉദ്ദേശം എന്താ? പ്രൈമറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു റെക്കോർഡ് കിട്ടാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ സ്റ്റുഡന്റിന് കൊടുത്ത് നമുക്ക് ഫസ്റ്റ് റെക്കോർഡോ സെക്കൻഡ് റെക്കോർഡോ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ ബയോളജിന് കൊടുത്താലോ അതും അതെ, ഫസ്റ്റ് ബയോളജി കേസ് ഓക്കെ. മാത്സ് കൊടുത്താലോ അത് സെക്കൻഡോ തേർഡോ ഫോർത്തോ ആവാം. ഏജ് കൊടുത്താലോ ഫസ്റ്റോ സെക്കൻഡോ ആവാം. പിന്നെ അതേ ഏജിൽ വേറെ പിള്ളേരും വരാം. അപ്പൊ നമുക്ക് യൂണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഐഡന്റിഫൈ പറ്റണമെങ്കിൽ എന്ത് വേണം? ഒരു കോമ്പിനേഷൻ കീ വേണം കൊടുക്കാൻ. ഈ കേസിൽ സ്റ്റുഡന്റും സബ്ജക്റ്റും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റേ വരുള്ളൂ. ഓക്കെ, സ്റ്റുഡന്റ് പേരും സബ്ജക്റ്റിന്റെ പേരും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റെക്കോർഡ് മാത്രമേ കിട്ടൂ. സോ ദ പ്രൈമറി കീ സ്റ്റുഡന്റ് കോമ സബ്ജക്ട്. ഇനി ഇതിനകത്ത് നോക്കി, ഇതിനകത്ത് അല്ലാതുള്ള ഏജ് ആണ്. അപ്പോ ഈ ഏജ് എന്നുള്ളത് ഏജ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു ഏജ് എന്നുള്ള ആട്രിബ്യൂട്ട്, ഏജ് എന്നുള്ള ഈ കോളം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സബ്ജക്റ്റിനെയാണോ അതോ സ്റ്റുഡന്റിനെയാണോ അതിന് കോമ്പിനേഷനെയാണോ? ഓക്കെ, ഏജ് എന്നുള്ളത് ഒരു കുട്ടിയുടെ മാത്രമാണ് ഏജ്. സബ്ജക്റ്റോട് യാതൊരു ബന്ധവുമില്ല. Age depends only on student, it does not depend on subject. Make that point clear. ഇത് സെക്കൻഡ് നോർമൽ ഫോമിലാണെങ്കിൽ നമ്മുടെ പ്രൈമറി കീയിൽ പെടാത്തവരെല്ലാവരും ഈ കോമ്പിനേഷനാണ് ഡിപ്പെൻഡ് ചെയ്യാൻ. ഇവിടെ നമുക്ക് പ്രൈമറി കീ എന്താ? സ്റ്റുഡന്റ് സബ്ജക്റ്റും ആണ്. ഇത് പെടാത്തതായിട്ട് ഏജ് മാത്രമേ ഉള്ളൂ. ഏജ് ഷുഡ് ഡിപ്പെൻഡ് ഓൺ സ്റ്റുഡന്റ് പ്ലസ് സബ്ജക്ട്. ആ കോമ്പിനേഷൻ ഡിപ്പെൻഡ് ചെയ്യണം. ഇവിടെ അങ്ങനെയാണോ? ഏജ് സ്റ്റുഡന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സബ്ജക്റ്റോട് യാതൊരു ബന്ധവുമില്ല. ഏജും സബ്ജക്റ്റോട് ഒരു റിലേഷനും ഇല്ല. That means this table is not in second normal form. Clear? ഈ ടേബിൾ സെക്കൻഡ് നോർമൽ ഫോമിലല്ല. ആയിരുന്നെങ്കിൽ അത് ഏജ് എന്നുള്ളത് സ്റ്റുഡന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ, സബ്ജക്റ്റിനെ രണ്ടിനെയും കോമ്പിനേഷൻ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ, സ്റ്റുഡന്റ് പ്ലസ് സബ്ജക്ട് കോമ്പിനേഷൻ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ. പക്ഷെ ഇവിടെ എന്താ? സ്റ്റുഡന്റിനെ മാത്രമേ ഏജ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ദിസ് ടേബിൾ ഇസ് ഇൻ സെക്കൻഡ് നോർമൽ ഫോം. ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? യു ഹാവ് ടു സ്പ്ലിറ്റ് ദിസ് ടേബിൾ. ഈ ടേബിൾ സെക്കൻഡ് നോർമൽ ഫോം അല്ല, അപ്പൊ വീണ്ടും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിവിടെ പ്രശ്നം എന്താ? സ്റ്റുഡന്റും കിടപ്പുണ്ട്, സബ്ജക്റ്റും കിടപ്പുണ്ട്. അതാണ് പ്രശ്നം ഉണ്ടാക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റുഡന്റ് ഏജ് എന്നുള്ള ടേബിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്റ്റുഡന്റ് ഏജ്. ഓക്കെ, അതേപോലെ ഏജ് സബ്ജക്ട്, സ്റ്റുഡന്റ് സബ്ജക്ട്, സ്റ്റുഡന്റ് ഏജ്, സ്റ്റുഡന്റ് സബ്ജക്ട്, സ്റ്റുഡന്റ് ഏജ്, സ്റ്റുഡന്റ് സബ്ജക്ട് ഡിപ്പെൻഡ്, അങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഈ ടേബിൾ നോക്കി. ഈ ടേബിളിന്റെ പ്രൈമറി കീ സ്റ്റുഡന്റ് ആണ്. കാരണം സ്റ്റുഡന്റ് വെച്ചിട്ട് തിരിച്ചറിയാം. ആദ്യത്തെ 2 എൻട്രി വരുന്നില്ല, ഒരു എൻട്രി മതി. ആദം 15, അലക്സ് 14, സ്റ്റുവർട്ട് 17. ഇപ്പൊ ആദം കൊടുത്തു കഴിഞ്ഞാൽ ആദം മാത്രമേ കിട്ടുന്നുള്ളൂ. സോ ഇൻ ദിസ് ടേബിൾ ദ പ്രൈമറി കീ സ്റ്റുഡന്റ് ആൻഡ് ഏജ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രൈമറി കീ. ഏജ് സ്റ്റുഡന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വീണ്ടും ഇവിടെ നോക്കിയ സ്റ്റുഡന്റ് സബ്ജക്റ്റ് ആണ്. ഇവിടെയും പ്രൈമറി കീ സ്റ്റുഡന്റ് ആണ്. സബ്ജക്റ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സബ്ജക്ട് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റുഡന്റ്. അതായത് ബാക്കി എല്ലാവരും പ്രൈമറി കീയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് കൊച്ചു ടേബിൾ ആയിട്ടേക്കണം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ടേബിൾ ആക്കി ഇപ്പോഴും വരാം. പക്ഷെ നമുക്ക് ചിന്തിക്കുന്ന എത്രയേ ഉള്ളൂ, പ്രൈമറി കീ ഉണ്ടാവണം. പ്രൈമറി കീയെ പെടാത്തവരെല്ലാവരും പ്രൈമറി കീയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണം. പ്രൈമറി കീയെ ഡിപ്പെൻഡ് ചെയ്യണം. ഇതാണ് സെക്കൻഡ് നോർമൽ ഫോം. സോ ദീസ് 2 ടേബിൾസ് ആർ ഇൻ സെക്കൻഡ് നോർമൽ ഫോം. ഓക്കെ, now we'll learn third normal form. Third normal form ആണെങ്കിൽ എന്ത് വേണം? The table should be in second normal form. ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കുമ്പോൾ എന്താ? സെക്കൻഡ് നോർമൽ നമ്മൾ എന്താ പറയുന്നത്? എല്ലാവരും പ്രൈമറി കീയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. അത് എ ബി, സപ്പോസ് നമുക്ക് എ ബി സി എന്ന 3 ആട്രിബ്യൂട്ട് ഉണ്ട്. എ ആണ് പ്രൈമറി കീ, ബി എ ഡിപ്പെൻഡ് ചെയ്യുന്നു, സി ബി എ ഡിപ്പെൻഡ് ചെയ്യുന്നു, ബി എ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ സി ഓട്ടോമാറ്റിക്കായിട്ട് എ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിപ്പെൻഡൻസ് തേർഡ് നോർമൽ ഫോമിൽ അലൗഡ് അല്ല, അപ്പോൾ സെക്കൻഡ് അലൗഡ് ആണ്.
സെക്കൻഡിലാണെങ്കിൽ അത് കുഴപ്പമില്ല. ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി ഈസ് അലൗഡ് ഇൻ സെക്കൻഡ് നോർമൽ ഫോം, ബട്ട് ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി ഈസ് നോട്ട് അലൗഡ് ഇൻ തേർഡ് നോർമൽ ഫോം. ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി പാടില്ല, ഡയറക്റ്റ് ഡിപെൻഡ്. രണ്ടാമത് പറയുന്നത് എല്ലാവരും പ്രൈമറിക്ക് ഡിപെൻഡ് ചെയ്യണം. മൂന്നാമത് വരുമ്പോൾ പ്രൈമറിക്ക് ഡയറക്റ്റ് ഡിപെൻഡ് ചെയ്യണം. ഇൻഡയറക്റ്റ് ഡിപെൻഡൻസ് ഒന്നും പറ്റില്ല. തേർഡ് നോർമൽ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഡിപെൻഡ് ചെയ്യണം. പ്രൈമറിക്ക് മാത്രമേ ഡിപെൻഡ് ചെയ്യാവുള്ളൂ, അത് ഡയറക്റ്റ് ആയിരിക്കണം. സെക്കൻഡ് ഫോമിൽ എന്താ പറയുന്നത് പ്രൈമറിക്ക് മാത്രമേ ഡിപെൻഡ് ചെയ്യാവുള്ളൂ, പക്ഷെ ഇൻഡയറക്റ്റ് ആയി ഡിപെൻഡ് ചെയ്യാം. ഓക്കെ, എന്ന് ബിയിലേക്ക് ബിന്ന് സിയിലേക്ക് അങ്ങനെ വേണ്ടി ഡിപെൻഡ് ചെയ്യാം, അത് പ്രശ്നമൊന്നുമില്ല. തേർഡ് ആകുമ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ആയി ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡിപെൻഡ് ചെയ്യണം. നോ ഇൻഡയറക്റ്റ് ഡിപെൻഡ് is possible here in the case of third normal form. Okay, look at this one. This is a table: student ID, student name, age, street, city, state and zip code. ഇവിടെ പ്രൈമറി കീ എന്താ? സ്റ്റുഡന്റ് ഐ ഡി വെച്ച് നമുക്ക് മൂന്ന് റോയും ഡിപെൻഡ് ചെയ്യാം. സ്റ്റുഡന്റ് ഐ ഡി ഡിപെൻഡ് ചെയ്യാം. സ്റ്റുഡന്റ് ഐ ഡി മതി. 120 കൊടുത്ത് നമുക്ക് ഫസ്റ്റ് റോ കിട്ടും. ഇവിടെ നേരത്തെ ടേബിളിൽ സ്റ്റുഡന്റ് നെയിം മാത്രമേ ഇട്ടുണ്ടായുള്ളൂ അല്ലെ, സ്റ്റുഡന്റ് നെയിം മാത്രമേ ഇട്ടുണ്ടായുള്ളൂ. ഇവിടെ നമ്മൾ സ്റ്റുഡന്റ് ഐ ഡിയോട് ചേർത്തു. ഐ ഡി ആകുമ്പോൾ ഇപ്പോഴും യുണീക്ക് ആയിരിക്കും. സ്റ്റുഡന്റ് ഐ ഡി മാത്രം മതി, കോമ്പിനേഷൻ ഒന്നും വേണ്ട. സ്റ്റുഡന്റ് ഐ ഡി മാത്രം വെച്ച് നമുക്ക് ഓരോ റോയിനെ ഡിപെൻഡ് ചെയ്യാം. 120 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റോ കിട്ടും. 122 എന്ന് പറഞ്ഞാൽ തേർഡ് റോ കിട്ടും. അപ്പോൾ ഏത് റോ ആണോ അത് നമുക്ക് സ്റ്റുഡന്റ് ഐ ഡി മാത്രം കൊടുത്താൽ മതി. ഇനി നോക്കാം ഓരോരുത്തരും ആരെ ഡിപെൻഡ് ചെയ്യുന്നതെന്ന്. സ്റ്റുഡന്റ് നെയിം നോക്കി. സ്റ്റുഡന്റ് നെയിം ആദം ഡിപെൻഡ്സ് ഓൺ സ്റ്റുഡന്റ് ഐ ഡി. അലക്സ് ഡിപെൻഡ്സ് ഓൺ സ്റ്റുഡന്റ് ഐ ഡി. സ്റ്റുവാർട്ട് ഡിപെൻഡ്സ് ഓൺ സ്റ്റുഡന്റ് ഐ ഡി. ഏജ്, സ്റ്റുഡന്റിന്റെ ഏജ് ആണ്. സ്റ്റുഡന്റ് ഏജ് സ്റ്റുഡന്റ് ഐ ഡി തന്നെ ഡിപെൻഡ് ചെയ്യുന്നത്. സ്റ്റുഡന്റ് ഏജ് ആണ്, ഇത് സ്റ്റുഡന്റ് ഏജ് ആണ്. അടുത്ത സ്ട്രീറ്റ് ആണ്. സ്ട്രീറ്റോ പല സ്ട്രീറ്റുകൾ വരാം അല്ലെ, സിറ്റ് വരാം, സ്റ്റേറ്റ് വരാം. ദീസ് ഓൾ ഡിപെൻഡ്സ് ഓൺ സിപ്പ് കോഡ്. പക്ഷെ സിപ്പ് കോഡ് കറസ്പോണ്ടിംഗ്ലി സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റുഡന്റ് ഐ ഡി തന്നെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്ട്രീറ്റും സിറ്റിയും സ്റ്റേറ്റും ഒക്കെ സിപ്പ് കോഡ് എടുത്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും. സിപ്പ് കോഡ് കൊടുത്ത് നമുക്ക് ബാക്കിയൊന്നും പറയണ്ട. ഇത് ഇന്ന സ്ട്രീറ്റ് ആണ്, ഇന്ന സിറ്റി ആണ്, സ്റ്റേറ്റ് ആണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ കേസിലെ പ്രൈമറി കീ സ്റ്റുഡന്റ് ഐ ഡി ആണെങ്കിലും ഇവര് മൂന്ന് സ്ട്രീറ്റും സിറ്റിയും സ്റ്റേറ്റും ഒക്കെ സിപ്പ് കോഡ് ഡിപെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും സിപ്പ് കോഡ് ഡിപെൻഡ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഡിപെൻഡൻസി ഈസ് നോട്ട് അലൗഡ് ഇൻ തേർഡ് നോർമൽ ഫോം. അതായത് നമുക്കിപ്പോ സ്റ്റുഡന്റ് ഐ ഡി ഉണ്ട്, സ്റ്റുഡന്റ് നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, സിപ്പ് കോഡ് ഉണ്ട്. ഇത്രയും മതിയായിരുന്നു. ഈ സ്ട്രീറ്റും സിറ്റിയും സ്റ്റേറ്റും ആവശ്യമില്ലായിരുന്നു ഈ ടേബിളിൽ. അങ്ങനെ അതിട്ടുകൊണ്ടാണ് പ്രശ്നം വന്നത്. ഈ സ്ട്രീറ്റും സിറ്റിയും സ്റ്റേറ്റും ഒക്കെ ആരെ ഡിപെൻഡ് ചെയ്യുന്നത്? സിപ്പ് കോഡിനെ ഡിപെൻഡ് ചെയ്യുന്നത്. ബട്ട് സിപ്പ് കോഡ് ബിലോങ്സ് ടു സ്റ്റുഡന്റ്. അപ്പോൾ ഇൻഡയറക്റ്റ് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഇല്ല. ദാറ്റ് മീൻസ് ദിസ് ഈസ് നോട്ട് ഇൻ തേർഡ് നോർമൽ ഫോം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ടേബിളിൽ നമുക്ക് ആദ്യം ഇതെടുക്കാം. സ്റ്റുഡന്റ് ഐ ഡി, സ്റ്റുഡന്റ് നെയിം, ഏജ് ആൻഡ് സിപ്പ് കോഡ്. സിപ്പ് കോഡ് മതി. ഇപ്പൊ നോക്കിയാൽ സിപ്പ് കോഡ് മാത്രമേ ഇവിടെ ഉള്ളൂ. സിപ്പ് കോഡ് മാത്രമേ ഉള്ളൂ. സ്റ്റുഡന്റ് ഐ ഡിയുടെ കൂടെ സിപ്പ് കോഡ് മാത്രമേ ഉള്ളൂ. വേറെ ഡിപെൻഡ് ചെയ്യാത്തവരൊക്കെ മാറ്റി. ഇവിടെ പ്രശ്നക്കാരിതല്ലേ, ഏജും സിറ്റിയും സ്റ്റേറ്റും ആയിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അവരെയും മാറ്റി, സിപ്പ് കോഡ് മാത്രം ഇട്ടു. സോ ദിസ് ഇസ് ഇൻ തേർഡ് നോർമൽ. ഇനി ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടല്ലോ, സിപ്പ് കോഡ് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റും സിറ്റിയും ഒക്കെ ആവശ്യമുണ്ട്. ദാറ്റ് വി പുട്ട് ഇൻ അനദർ ടേബിൾ. സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ്, സിപ്പ്. ഇതിന്റെ പ്രൈമറിക്ക് എന്താ? ഇതിന്റെ പ്രൈമറിക്ക് സിപ്പ് ആണ്. ഈ ടേബിളിന്റെ പ്രൈമറിക്ക് സിപ്പ് ആണ്. ഈ ടേബിളിന്റെ പ്രൈമറിക്ക് സ്റ്റുഡന്റ് ഐ ഡി ആണ്. സോ ഇവിടെ നോക്കി, സ്റ്റേറ്റ് ഡിപെൻഡ്സ് ഓൺ സിപ്പ് കോഡ്, city depends on zip code, street depends on zip code. That means all entries directly depend only on the zip code. So this is in third normal form. ഇവിടെ ആണെങ്കിലോ സ്റ്റുഡന്റ് ഐ ഡി ആണ് പ്രൈമറി കീ, സ്റ്റുഡന്റ് നെയിം ഡിപെൻഡ്സ് ഓൺ സ്റ്റുഡന്റ് ഐ ഡി, ഏജ് ഡിപെൻഡ്സ് ഓൺ സ്റ്റുഡന്റ് ഐ ഡി ആൻഡ് സിപ്പ് ഡിപെൻഡ്സ് ഓൺ സ്റ്റുഡന്റ് ഐ ഡി. സോ ദീസ് ടു ടേബിൾസ് ആർ ഇൻ തേർഡ് നോർമൽ ഫോം. അപ്പൊ എപ്പോ അല്ലാന്ന് തോന്നുന്നു അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് നോർമൽ ഫോമിലാക്കാം. ഇതാണ് തേർഡ് നോർമൽ ഫോം. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് നോർമൽ ഫോമിലാണെങ്കിൽ ആറ്റോമിക് ആയിരിക്കണം. ഈച്ച് എൻട്രി ഷുഡ് ബി ആറ്റോമിക്. സെക്കൻഡ് ആകുമ്പോൾ എല്ലാവരും പ്രൈമറി കീ വേണം ഡിപ്പെൻഡ് ചെയ്യാൻ. പ്രൈമറി കീ ഒരെണ്ണമായിരിക്കണം എന്നില്ല, ഒന്നോ രണ്ടോ കീയുടെ കോമ്പിനേഷൻ ആവാം. അതിൽ പെടാത്തവരെല്ലാവരും പ്രൈമറി കീ ഡിപ്പെൻഡ് ചെയ്യണം. തേർഡ് ആകുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല, ആ ഡിപ്പെൻഷൻ ഡയറക്റ്റ് ആയിരിക്കണം. നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇസ് അലൗഡ് ഇൻ തേർഡ് നോർമൽ ഫോം. ഓക്കെ, അടുത്തത്. ഓക്കെ, തേർഡ് നോർമൽ ഫോം തന്നെയുള്ളൂ. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇസ് നോട്ട് അലൗഡ്. The amount of data duplication is reduced, data integrity is achieved. ഇതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. അടുത്തത് ഒരു സ്പെഷ്യൽ നോർമൽ ഫോം ആണ് ബോയ്സ് കോഡ് നോർമൽ ഫോം. ബോയ്സ് കോഡ് നോർമൽ ഫോം സാധാരണ വൺ വേർഡ് എന്താണെന്ന് ജസ്റ്റ് ചോദിക്കാറുണ്ട്. ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് വെച്ചാൽ തേർഡ് നോർമൽ ഫോമിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൂടെ ഇതിൽ ഹാൻഡിൽ ചെയ്യുക. അതാണ് തേർഡ് നോർമൽ ഫോം. അതാണ് BC എന്നെ ഉദ്ദേശിക്കുന്നത്. റിലേഷൻ മസ്റ്റ് ബി ഇൻ തേർഡ് നോർമൽ ഫോം. ആൻഡ് ഫോർ ഈച്ച് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി X should be a super key. എന്താന്ന് അറിയണമെന്നില്ല, അത് കുറച്ച് ഒത്തിരി കോംപ്ലിക്കേറ്റ് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ജസ്റ്റ് ലേൺ വാട്ട് ഇറ്റ് ഇസ്. The boys code normal form is a higher version of third normal form.
Okay, the database should be in third normal form. The relationship should be in third normal form, and for each functional dependency, X should be super key. That's the condition. Okay. So we have learned different normal forms: first normal form, second normal form, third normal form, fourth normal form ഉണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെയുള്ള BCNF ആണ് ബോയ്സ് കോഡ് നോർമൽ ഫോം. ബോയ്സ് കോഡ് നോർമൽ ഫോം എന്താണ് പേരിന്റെ BCNF, what is BCNF എന്ന് ചോദിക്കാറുണ്ട്. So you learn what is BCNF. Okay. Now as an assignment, you write these things in 1 or 2 sentences. First is transaction management, second is storage management, database administrator, database users, and draw the diagram of a database system structure. These things are given in your notebooks, but you write, just copy it in your, these things are given in your notes. Notes തന്നിട്ടുള്ള ആ PDF തന്നിട്ടുള്ളതാണ്. അത് നോക്കി മനസ്സിലാക്കി എന്താന്ന് എഴുതാം. 1 or 2 സെന്റൻസിൽ ഇത് എന്തൊക്കെയാണെന്ന് എഴുതാം. Okay, we'll stop here. Thank you.